എൽഷദ കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എൽഷദ കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം 89-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചോട്ടെ. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. ആമേൻ. ദൈവം ദാവീദിനോട് ചെയ്യുന്ന ഒരു സത്യമാണ്. എന്താ സത്യം? നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. ദൈവം ചിലരോട് ഇങ്ങനെ നിയമം ചെയ്യാറുണ്ട്, ദൈവം ചിലരോട് സത്യം ചെയ്യാറുണ്ട്. അങ്ങനെ ദൈവം സത്യം ചെയ്ത, നിയമം ചെയ്ത ഒരു മനുഷ്യനാണ് ദാവീദ്. എന്തിനാ ആ മനുഷ്യനോട് ദൈവം നിയമം ചെയ്യുന്നത്? അദ്ദേഹം ദൈവത്തെ ഭയങ്കരമായി സ്നേഹിച്ചു. ആരും കാണാത്തപ്പോഴും കാണുമ്പോഴും എല്ലാം കർത്താവിനെ ആരാധിച്ചു. കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞു തുളുമ്പിയ ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ വന്ന ഉയർച്ചയിലും ദൈവത്തെ മറന്നില്ല, ജീവിതത്തിൽ വന്ന താഴ്ചകളിലും ദൈവത്തെ മറന്നില്ല. ജീവിതത്തിൽ വന്ന പരാജയങ്ങളിൽ തന്നെ ന്യായീകരിച്ചില്ല. തൻ്റെ പാപത്തെക്കാൾ, അതിന്റെ തകർച്ചയേക്കാൾ തനിക്ക് വലുതായിരുന്നു തൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവ്. അങ്ങനെയുള്ള മനുഷ്യനോട് ദൈവം ഒരു നിയമം ചെയ്തു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭവനത്തെക്കാൾ വലുതായിരുന്നു ആലയം. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുണ്ട്, ദൈവത്തിന്റെ പെട്ടകം നിർജ്ജന പ്രദേശത്തിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നല്ല അരമനകളിൽ പാർക്കും? ദൈവം ആ മനുഷ്യനോട് നിയമം ചെയ്തു. എന്താ നിയമം? നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. ഇതൊരു പ്രവചനമായിട്ട് ഇന്ന് കേൾക്കുന്നവരോട് കർത്താവ് പറയുക, നിന്റെ സന്തതിയെ സ്ഥിരപ്പെടുത്തും. നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല ദൈവത്തിന്റെ സ്നേഹം, അത് സന്തതികളിലേക്ക് ഇറങ്ങി വരും. എന്ത് അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഒറ്റയ്ക്കൊരു മനുഷ്യനോട് ദൈവം ഉടമ്പടി ചെയ്തു, ഒരു തലമുറ ഇല്ലാത്തപ്പോൾ. 400 വർഷം കഴിഞ്ഞ് നിന്റെ സന്തതികൾ മിസ്രയീമിൽ നിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞാൽ, നീ ഇന്ന് എൻ്റെ കൂടെ നടന്നുകൊണ്ട് 400 വർഷം കഴിഞ്ഞും നിന്റെ സന്തതികൾ ഭൂമിയിൽ കാണും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിനോട് നിന്നാൽ ആകാശമുള്ളിടത്തോളം നിങ്ങളുടെ തലമുറകളും തലമുറയുടെ തലമുറകളും ഈ ഭൂമിയിൽ കാണും. സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവം. തലമുറകളുമായി ബന്ധപ്പെട്ട് തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നശിച്ചു പോവോ, തകർന്നു പോവോ, തീർന്നു പോവോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയെ കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ സന്തതിയെ ദൈവം സ്ഥിരപ്പെടുത്തും. അവർ ഉറയ്ക്കപ്പെട്ടു നിൽക്കും, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്നോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നതിന്റെ തലമുറയോടായിരിക്കും. നിന്റെ തലമുറ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല.
വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സന്തതികളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കാണാം. ആദാമിനോട് പറയുന്നു, നിന്റെ തകർച്ചയ്ക്ക് പരിഹാരം സന്തതിയിലൂടെ വരുത്തും. അബ്രഹാമിനോട് പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹം സകറിലേക്കും സന്തതിയിലൂടെ വരും. ദാവീദിനോട് പറയുന്നു, നിന്റെ സന്തതിയിലൂടെ ഞാൻ ആലയം പണിയും. എത്ര ബലപ്പെട്ടൊരു വചനമുണ്ട്. നിന്റെ സന്തതികൾ പുരാതന ശൂന്യങ്ങൾ പണിയും. നിങ്ങളിട്ട പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നത് നിങ്ങളുടെ സന്തതികളായിരിക്കും. വഴിതെറ്റിപ്പോയ, തളർന്നുപോയ, ക്ഷീണിച്ചുപോയ നിന്റെ സന്തതികളൊക്കെ ദൈവത്തെങ്കിലേക്ക് വരികയാണ്. യെശയ്യാവ് 60 പറഞ്ഞില്ലേ, നീ നോക്കിക്കേ, തലപൊക്കി നോക്കിക്കേ, നിന്റെ സന്തതികൾ ദൂരത്തുനിന്ന് വരുന്നു. അകന്നുപോയ തലമുറകളും നഷ്ടപ്പെട്ട തലമുറകളും ഒക്കെ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. കർത്താവ് ഇന്ന് നിന്നോട് പറയുന്നു, നിന്നോടുള്ള സ്നേഹം നിന്റെ തലമുറയിൽ ദൈവം കണക്കിടും. നിന്നെക്കാൾ ശക്തരായി നിന്റെ തലമുറ ഇരിക്കും. എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട്, സ്തോത്രം, സിംഹാസനം തലമുറയോളം ഉറപ്പിക്കും. അതിന്റെ അർത്ഥം മാന്യത, ഉയർച്ച നിന്റെ തലമുറയുടെ മേലെ ഉണ്ടായിരിക്കും. സിംഹാസനം എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. നിൻ അനുഭവിച്ച ഉയർച്ചകളുടെ അടുത്ത ലെവലിൽ നിന്റെ തലമുറകളെ ദൈവം ഉറപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ താഴോട്ടല്ല, ഉയരത്തിലേക്ക് തന്നെ ദൈവം നിന്നെയും നിന്റെ തലമുറയും കയറ്റാൻ പോവുകയാണ്. ജോലി വരുന്നു, നന്മകൾ വരുന്നു, ആരോഗ്യം വരുന്നു, ആയുസ് വരുന്നു. തലമുറയെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറുന്നു. ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടായി വരുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തലമുറയുടെ രോഗത്തെ ഓർത്ത്, ഭാരത്തെ ഓർത്ത്, കുടുംബ തകർച്ചയോർത്ത്, ഡൈവോഴ്സ് ഓർത്ത് ഒക്കെ ഭാരപ്പെടുന്നവരെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയും. കർത്താവെ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാകുന്നു കർത്താവെ. യേശുവെ, ഞങ്ങൾ അങ്ങ് ഉയർത്തുന്ന കർത്താവെ. യേശുപ്പ, അങ്ങ് സന്തതികളിലൂടെ കർത്താവെ ഞങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ദൈവമാകുന്നു കർത്താവെ. സന്തതികളെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു കർത്താവെ. തലമുറകളെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാകുന്നു കർത്താവെ. തലമുറകളെ ഉറപ്പിക്കുന്ന കർത്താവാകുന്ന യേശുപ്പ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ തലമുറകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ കർത്താവെ തലമുറയായി കർത്താവ് എന്നേക്കും അങ്ങ് ഉറപ്പിക്കുന്നതിന് നന്ദി പറയുന്നു പിതാവേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി അനുഗ്രഹിക്കുന്നു, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. സ്തോത്രം. നിങ്ങളും നിങ്ങളുടെ സന്തതിയും ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുക. നിങ്ങളുടെ സന്തതിയുടെ സമാധാനം വലുതായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങൾ നിറയപ്പെട്ടിരിക്കുക.